Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. ഇടതുപക്ഷത്തിന്റെ കരുത്ത് വിളിച്ചറിയിച്ച് അങ്കമാലിയിൽ LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണം. കഴിഞ്ഞ 10 വർഷം എറണാകുളം ജില്ലയിൽ നടന്നത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയ വികസന പ്രവർത്തനങ്ങളെന്ന് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അക്കമിട്ടു നിരത്തിയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ മുന്നേറുന്നത്. അങ്കമാലിയിൽ എത്തിച്ചേർന്ന ജാഥയ്ക്ക് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ആശുപത്രി അല്ലല്ലോ ഇപ്പോൾ, ഇനിയും ചെയ്യാനുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ നിലച്ചു പോകണം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഇക്കാണുന്ന വിധം മനോഹരമായി മാറി. നിങ്ങളുടെ എറണാകുളത്ത് ഒരു വലിയ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മിനിഞ്ഞാന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണ ജോർജും വന്ന് ഉദ്ഘാടനം ചെയ്തില്ലേ കൂട്ടരെ? മലബാർ ക്യാൻസർ സെന്റർ ഉണ്ട്. പിണറായിയുടെ ഒറ്റ പരിശ്രമത്തിന്റെ ഫലമായിട്ടെന്ന് പറയാം ഉണ്ടായിട്ടുള്ള ഒന്നാണ് മലബാർ ക്യാൻസർ സെന്റർ. RCC നേരത്തെയുണ്ട്, റീജിയണൽ ക്യാൻസർ സെന്റർ. പക്ഷേ നേരത്തെയുള്ള RCC അല്ല. അവിടെ റോബോട്ടിക് സർജറി അടക്കം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് ഉണ്ടായത്. 300 കോടി കുട്ടികളെ ആകർഷിച്ച് അവർ പാവപ്പെട്ട ഇടത്തരക്കാരുടെ കുട്ടികൾക്ക് മുഴുവൻ ഫീസില്ലാതെ പഠിക്കാൻ കഴിയുന്ന ഉത്തമമായ സ്കൂളുകളാക്കി മാറ്റിയില്ലേ? ഇന്ന് ഞാൻ വരുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടിരുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ സിദ്ധാരാമയ്യ ഭരിക്കുന്നിടത്ത് 676 സ്കൂളുകളാണ് ഈ കഴിഞ്ഞ വർഷം കൂട്ടിപ്പോയത് എന്നാണ്. സാധാരണക്കാരുടെ സ്കൂളുകൾ. ഇവിടെ കേരളത്തിൽ സാധാരണക്കാരുടെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ കൂട്ടാനാണോ നമ്മൾ തയ്യാറായത്? കൂട്ടിപ്പോകുമായിരുന്ന പല സ്കൂളുകളും അതിമനോഹരമായ കെട്ടിടങ്ങളും നല്ല വൈഫൈയും നല്ല തോതിലുള്ള ഇന്റർനെറ്റ് കണക്ഷനും എല്ലാ LED പ്രസന്റേഷനും ഒക്കെയായി 2 മണിക്കൂറോളം വൈകിയെത്തിയ ജാഥയെ സ്വീകരിക്കാൻ കടുത്ത വെയിലും ചൂടും വകവയ്ക്കാതെ സ്ത്രീകളടക്കമുള്ള വൻ ജനാവലി ഓൾഡ് മാർക്കറ്റ് റോഡിൽ കാത്തുനിന്നു. നാടോടി നൃത്തം, തെയ്യം, വർണ്ണക്കാവടി, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ജാഥ ക്യാപ്റ്റനെ സ്വീകരണ സമ്മേളന വേദിയായ
CSA മൈതാനത്തിലേക്ക് ആനയിച്ചത്. വേദിയിൽ LDF സംസ്ഥാന കൗൺസിലർ TP രാമകൃഷ്ണൻ ജോസ് കെ മാണിയെ സ്വീകരിച്ചു. മറുപടി പ്രസംഗത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും എറണാകുളം ജില്ലയിലും ഇടതു സർക്കാർ നടപ്പിലാക്കി വരുന്ന ദീർഘവീക്ഷണത്തോടുകൂടിയ വികസന പ്രവർത്തനങ്ങൾ ജോസ് കെ മാണി വിശദീകരിച്ചു. മൂന്നാം സർക്കാരിലേക്കും ചെന്നെത്തും എന്നും കൂടിയാണ് തെളിപ്പെടുത്തുന്നത്. ആദ്യമായി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും, മാതാപിതാക്കളെയും, സഹോദരി സഹോദരന്മാരെയും ഞാൻ 80-85 വയസ്സുള്ള അപ്പച്ചനെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, പ്രായം 85 വയസ്സ് കഴിഞ്ഞു, എങ്കിലും നമ്മുടെ സർക്കാരിനോടും ഇടതുപക്ഷത്തിനോടുള്ള സ്നേഹം കരുതി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ടീം അംഗങ്ങളൊക്കെ കേരള സംസ്ഥാനത്തിന്റെ വികസനത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുള്ള വികസനം, നിങ്ങളെല്ലാം ആ വികസന കാര്യങ്ങൾ, ടീച്ചർ നമുക്കറിയാം, സ്കൂളിന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ കാര്യങ്ങളും ഒക്കെ വളരെ ആധികാരികമായി പറയാൻ കഴിയും. ആ മന്ത്രാലയം കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതൊക്കെ വ്യക്തമായി നമുക്ക് തൊട്ട് കാണുവാനും ചൂണ്ടിക്കാണിക്കുവാനും നേരിട്ട് കാണുവാനും കഴിയുന്ന പദ്ധതികളല്ല, അത് ജസ്റ്റ് പറഞ്ഞു പോവുകയല്ല. ഞാൻ ഓർക്കുന്നത് 10 കൊല്ലം മുമ്പ് കേരളത്തിലെ ഈ എറണാകുളം ജില്ല എന്ന് പറയുന്ന ഒരു തലസ്ഥാന ജില്ലയാണ്. അത് വളർന്നു. അതെങ്ങനെയാണ് വളർന്നത്? ആരുടെയെങ്കിലും പ്രത്യേക ഒരു താല്പര്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടലുകളോ ഒന്നും കൊണ്ടല്ല. അതൊരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ, വ്യാപാര മേഖലയാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ഈ അങ്കമാലിയിലായാലും കൊച്ചിയിലായാലും അതുപോലെ തന്നെ തൃക്കാക്കരയായാലും ഈ പ്രദേശങ്ങളിലെല്ലാം വികസനം നടന്നു. പക്ഷെ ആ നടന്നതൊക്കെ സ്വാഭാവികമായി അങ്ങ് നടന്നു കയറിയത് എന്നുള്ളതല്ലാതെ വ്യക്തമായ ഒരു പദ്ധതിയോ ഒരു പ്ലാനോടുകൂടി ഒരു ഘട്ടത്തിലും എറണാകുളം വളർന്നിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മാളുകൾ, അതുപോലെ തന്നെ തിയേറ്ററുകൾ, അതിന് അത്യാവശ്യമായ റോഡുകൾ, ഹോട്ടലുകൾ, ഇതെല്ലാം സ്വകാര്യമായി ഓരോ വ്യക്തിയും അവരുടെ ആവശ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി വ്യക്തമായ ഒരു പ്ലാനോടുകൂടി, പദ്ധതിയോടുകൂടി എറണാകുളം ജില്ലയെ ഇന്ന് കേരളത്തിന്റെ കൊമേഴ്ഷ്യൽ അല്ല, വ്യാപാര സ്ഥാപനമല്ല, പക്ഷെ ഈ രാജ്യത്തിന്റെ തന്നെ വ്യാപാര സ്ഥാപനമാക്കി ഇടതുപക്ഷത്തിൽ മാറ്റി എന്ന് പറയുമ്പോൾ എത്രയോ വലിയ പദ്ധതികൾ നടപ്പാക്കി. ഞാനിപ്പം എടുത്തെടുത്ത് വലിയതായിട്ട് പറയുന്നില്ല, ഇതെല്ലാം അറിയാം. വാട്ടർ മെട്രോ എടുത്താലും, ഇന്ന് റെയിൽ മെട്രോ, അതിപ്പോൾ നമുക്കറിയാം, അതിൻ്റെ പദ്ധതി ഇപ്പോൾ അങ്കമാലിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇന്ന് ടെക്നോ പാർക്ക് എടുത്താലും, സൈബർ പാർക്ക് എടുത്താലും, ഇൻഫോ പാർക്ക് എടുത്താലും, അതോടൊപ്പം തന്നെ ഗെയിൽ പദ്ധതിയുടെ കാര്യമെടുത്താലും, ഇങ്ങനെ 100 ഹൈവേകൾ എടുത്താലും, അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ നെഹ്റു സ്റ്റേഡിയം അതിൻ്റെ നവീകരണം എടുത്താലും, ബ്രഹ്മപുരം അവന്റെ മാലിന്യം കൊണ്ട് വളരെയധികം എന്തോരം പ്രതിഷേധങ്ങൾ വന്നതാ. ഞാൻ ഓർക്കുന്ന പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതാ. ഇന്ന് അതെല്ലാം മാറ്റി മനോഹരമായ ഒരു പദ്ധതി, വേസ്റ്റ് മാനേജ്മെന്റ് മനോഹരമായ ഒരു പദ്ധതി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിൽ എല്ലാവർക്കും പ്രയോജനകരമായി. എറണാകുളം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളക്കെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിൽ മോട്ടോർ വെച്ച് വെള്ളം പുറത്തേക്ക് തള്ളി വരുന്ന ഒരു പദ്ധതിയിൽ സാധാരണ മഴയൊന്നും പെയ്താൽ അവിടെ വെള്ളക്കെട്ടില്ല. ഇതൊക്കെ ഞാനും അനുഭവിച്ചതാണ്. കാരണം ഇതിലൊക്കെ പലപ്പോഴും പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത്രമാത്രം ഇന്ന് എറണാകുളം ജില്ലയിൽ അത് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ, ഈ ജില്ല മുഴുവൻ വ്യാപിച്ച് ഇത്രമാത്രം വികസന പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയോടുകൂടി ഇടതുപക്ഷം നടത്തി എന്നുള്ളതാണ്. സംഘാടക സമിതി ചെയർമാൻ ബെന്നി മൂഞ്ഞേലി അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രിമാരായ KK ശൈലജ ടീച്ചർ, S ശർമ്മ, അഡ്വക്കേറ്റ് ജോസറ്റയിൽ, CPM ജില്ലാ സെക്രട്ടറി S സതീഷ്,
ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ഷിബു, ഏരിയ സെക്രട്ടറി KP രജീഷ്, LDF നേതാക്കളായ മാത്യൂസ് കോലഞ്ചേരി, ബാബു ജോസഫ്, KA ചാക്കോച്ചൻ, അഡ്വക്കേറ്റ് K തുളസി, CK സലീംകുമാർ, ജോസഫ് ചിറയത്ത്, തങ്കച്ചൻ ആലപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ്. ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും, ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. 70 years of trust. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുട്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.